ആ രാത്രി ഭൂമിയിൽ സാധാരണ പോലെയാണ് തുടങ്ങുന്നത്. ആളുകൾ തങ്ങളുടെ പണികൾ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നു. കച്ചവടക്കാർ കടകൾ അടയ്ക്കുന്നു. കുട്ടികൾ ഉറങ്ങാൻ പോകുന്നു. ആരും തന്നെ അസാധാരണമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മണിക്കൂറുകൾ കടന്നുപോകുന്നു. സാധാരണ സുബഹി ബാങ്ക് വിളിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പ്രഭാതത്തിന്റെ ഒരു വെളിച്ചം പോലും ആകാശത്ത് കാണുന്നില്ല. രാത്രി നീണ്ടു നീണ്ടു പോവുകയാണ്. ഉറക്കമുണർന്നവർ ആകാശം നോക്കി അത്ഭുതപ്പെടുന്നു. 3 രാത്രികളുടെ ദൈർഘ്യം ആ ഒരൊറ്റ രാത്രിക്കുണ്ടാകുമെന്ന് ഹദീസുകളിൽ സൂചനയുണ്ട്. തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റവർ ദീർഘനേരം പ്രാർത്ഥിച്ചിട്ടും സുബഹി ആവാത്തത് കണ്ട് പരിഭ്രാന്തരാകും. ആളുകൾ ഭയത്തോടെ തെരുവുകളിലേക്ക് ഇറങ്ങും. അയൽവാസികൾ പരസ്പരം വിളിച്ചു ചോദിക്കും, എന്താണ് പുലരാത്തത്? ഭയം കാരണം കന്നുകാലികൾ കരയാൻ തുടങ്ങും. വിശ്വാസികൾക്ക് കാര്യം മനസ്സിലാകും. അള്ളാഹുവിന്റെ വലിയൊരു വാഗ്ദാനം സംഭവിക്കാൻ പോകുന്നു. ലോകത്തിന്റെ നിയമം മാറാൻ പോവുകയാണ്. ആളുകൾ പള്ളികളിലേക്കും പ്രാർത്ഥനകളിലേക്കും ഓടും. പക്ഷേ ആകാശം അപ്പോഴും കറുത്തിരുണ്ട് തന്നെ കിടക്കും. മനുഷ്യർ ഇതുവരെ കാണാത്ത ഒരു ഇരുട്ടും നിശബ്ദതയും ആ രാത്രിയെ പൊതിയുന്നു. സൂര്യൻ അതിന്റെ അർശിന് താഴെ സുജൂദിലായിരിക്കുമെന്നും പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് വരെ അത് കാത്തിരിക്കുമെന്നാണ് ഹദീസ് നൽകുന്ന പാഠം. ആ നീണ്ട രാത്രിക്ക് ശേഷം ലോകം മുഴുവൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കും. സാധാരണ സൂര്യൻ ഉദിക്കേണ്ട കിഴക്ക് ഭാഗം ഇരുണ്ട് തന്നെ കിടക്കും. പെട്ടെന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടും. പ്രകൃതി നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് സാവധാനം ഉദിച്ചുയരും. ഇത് കാണുന്നതോടെ മനുഷ്യർ ഒന്നടങ്കം നിലവിളിക്കും. അവർ അള്ളാഹുവിലേക്ക് മടങ്ങാനും വിശ്വസിക്കുവാനും ആഗ്രഹിക്കും. ഭൂമിയിലുള്ള എല്ലാവരും ആ നിമിഷം വിശ്വസിക്കുമെന്ന് ഹദീസുകളിലുണ്ട്. പക്ഷേ ആ വിശ്വാസം അന്ന് ആർക്കും ഗുണം ചെയ്യില്ല. കാരണം തൗബയുടെ കവാടം അപ്പോഴേക്കും അടഞ്ഞു കഴിഞ്ഞിരിക്കും. പടിഞ്ഞാറ് നിന്ന് ഉദിച്ച സൂര്യൻ ആകാശത്തിന്റെ മധ്യഭാഗത്തെത്തി തിരികെ അസ്തമിക്കുമ്പോൾ ഭൂമിയിൽ ഭയാനകമായ ഒരു നിശബ്ദത പടരും. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റത്തിനാണ് അന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു വലിയ നിയമം നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞു. തൗബയുടെ വാതിൽ എന്നേക്കുമായി അടഞ്ഞു. അതുവരെ പാപങ്ങൾ ചെയ്തവർ കരഞ്ഞു പ്രാർത്ഥിച്ചാലും അവിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിച്ചാലും അന്ന് അത് സ്വീകരിക്കപ്പെടില്ല. ഇനി സമയമില്ല എന്ന തിരിച്ചറിവ് മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കും. ആളുകൾ അങ്ങാടികളിലും തെരുവുകളിലും പകച്ചു നിൽക്കും. കച്ചവടക്കാരൻ തന്റെ തുണി അളന്നു തീർക്കുന്നതിനു മുൻപോ ഒരാൾ തന്റെ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നതിനു മുൻപോ ഈ മഹാ അത്ഭുതം സംഭവിച്ചിരിക്കും. ഹദീസുകളിൽ പറയുന്നത് പോലെ 2 പേർ ഒരു തുണിക്കച്ചവടം ചെയ്യാൻ അത് വിടർത്തി പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് മടക്കാനോ വിൽക്കാനോ വാങ്ങാനോ ഉള്ള സാവകാശം പോലും അവർക്ക് ലഭിക്കില്ല. അത്രമേൽ പെട്ടെന്നായിരിക്കും ലോകത്തിന്റെ താളം തെറ്റുന്നത്. മാതാപിതാക്കളോ മക്കളോ ആരും പരസ്പരം സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. ലോകാവസാനത്തിന്റെ തൊട്ടടുത്താണെന്ന ഭയം കാരണം മനുഷ്യർ ആഹാരവും വെള്ളവും പോലും മറന്നുപോകും. സന്തോഷം എന്ന വികാരം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. ചില പണ്ഡിതന്മാർ വിവരിക്കുന്നത് പ്രകാരം ഈ കാലഘട്ടത്തിന് ശേഷം ഭൂമിയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അപ്രത്യക്ഷമാകും. ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരുടെ ഉള്ളിൽ നിന്ന് അത് മാഞ്ഞു പോകും. ഗ്രന്ഥങ്ങളിലെ താളുകൾ വെറും വെളുത്ത കടലാസുകളായി മാറും. അള്ളാഹുവിനെ സ്മരിക്കാൻ പോലും കഴിയാത്ത ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് ലോകം നീങ്ങാൻ തുടങ്ങും. ജീവിച്ചിരിക്കുന്നവരിൽ സത്യവിശ്വാസികൾ മാത്രം സമാധാനത്തോടെ അള്ളാഹുവിനെ ഓർക്കും. എന്നാൽ അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും ആ ദിവസം തീരാത്ത ദുഃഖത്തിന്റെ തുടക്കമായിരിക്കും. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ മഹാ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. പാപമോചനത്തിന്റെ വാതിലുകൾ അടക്കപ്പെട്ടു. ഇനി വരാനിരിക്കുന്നത് സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കാനുള്ള മറ്റൊരു ദൃഷ്ടാന്തമാണ്. സൊഫാ മലയുടെ വിള്ളലിലൂടെ പുറത്തു വരാനിരിക്കുന്ന ആ അത്ഭുത ജീവി ആരാണ്? നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.